പൂരം എഴുന്നള്ളിപ്പിൽ റോബോട്ടിക് ആനകളെ അണിനിരത്തിയത് വേറിട്ട കാഴ്ചയായി. ചെവികളാട്ടിയും തുമ്പിക്കൈ ഉയർത്തിയും സാക്ഷാൽ കരിവീരന്മാരെ വെല്ലുന്ന 3 തലയെടുപ്പുള്ള റോബോട്ടിക് ആനകളാണ് ഉത്സവത്തിൽ പങ്കാളികളായത്. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പള്ളിവേട്ട ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന പൂരം എഴുന്നള്ളിപ്പിനാണ് 3 റോബോട്ടിക് ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്രം വക റോബോട്ടിക് ആനയായ തേശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റി. ആനയിടഞ്ഞുള്ള അപകടാവസ്ഥ ഒഴിവാക്കാനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ഭയമില്ലാതെ പൂരം എഴുന്നള്ളിപ്പ് കാണാൻ അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് റോബോട്ടിക് ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ് ഒരുക്കിയതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നമസ്കാരം. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് 3 ആനയെ എഴുന്നള്ളിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ആ 3 ആനയിൽ മിക്കവാറും എല്ലാ കൊല്ലങ്ങളിലും ഒരാനെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന മനപ്രയാസം പറയാൻ പറ്റാത്തത്ര വലുതാണ്. കാര്യം എല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ക്ഷേത്രാധികാരികൾക്ക് അവരുടെ ഭർത്താവിനെയോ അച്ഛനെയോ മകനെയോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് പൈസ കിട്ടുന്നതുകൊണ്ട് ആ കുടുംബനാഥം ഉണ്ടാവില്ലല്ലോ. അത്രയുമുള്ള വിഷമത്തിൻ്റെ ഒരു അവസാനമാണ് പെറ്റ സംഘടന നമുക്കൊരു ആനയെ സ്പോൺസർ ചെയ്തത്. ഇപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെ അവർ സ്പോൺസർ ചെയ്ത് നൽകിയിട്ടുണ്ട്, സമർപ്പണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ആനകളും നമുക്ക് കിട്ടി സമർപ്പണം ചെയ്ത ഈ ആനയുമാണ് ഇപ്പോൾ ഇവിടെ 3 ആനകളുള്ളത്. വരും വർഷങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളും ഈ മാതൃക പിന്തുടരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റീൽ ഫ്രെയിമിൽ സ്പോഞ്ച്, റബ്ബർ, ഫൈബറും കൂട്ടിയാണ് ആനയുടെ നിർമ്മാണം. ചെവികൾ, വാൽ, കണ്ണുകൾ, തുമ്പിക്കൈ എന്നിവ യന്ത്രസഹായത്തോടെ ചലിപ്പിക്കാനും കഴിയും. ചക്രങ്ങളുള്ള പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ചിട്ടുള്ള റോബോട്ടിക് ആനയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനും എളുപ്പമാണ്. യന്ത്രാനകളെ തൊടാനും ചിത്രങ്ങൾ പകർത്താനും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് എത്തിയത്. മീഡിയ ടൈം, കൊടകര.